PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിൽ പാലമായത് ജോൺ ബ്രിട്ടാസ് MP എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാജ്യസഭയിലാണ് മന്ത്രിയുടെ വെളിപ്പെടുത്തൽ. സർവ്വസമ്മതത്തോടെയാണ് പദ്ധതിയിൽ കേരളം ഒപ്പിട്ടതെന്നും പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. He created the bridge between government of Kerala and government of India. At one point of time, they agreed to sign the PM3 MOU. Later on, what compelled them, I don't know. Honorable Minister, Kerala government came to see me. Due to the internal contradictions, they are not implementing PM3. I am open, I am ready to cooperate with any state, those who will come to the terms of the Union government. We are ready to release all the money subject to the conditions of implementation of National Education Policy. കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. BJP CPIM നല്ല കൂട്ടുകച്ചവടമാണെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു. എന്നാൽ കരാർ ഒപ്പിടുന്നതിൽ താൻ മാധ്യസ്ഥം വഹിച്ചിട്ടില്ലെന്നാണ് ജോൺ ബ്രിട്ടാസ് MPയുടെ വിശദീകരണം. ഈ PM3 കാര്യത്തിന് രാജ്യസഭയിൽ നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതിനെല്ലാം ഇടനിലക്കാരനായി നിന്നത്, ഞങ്ങളെ സഹായിച്ചത് CPMന്റെ ഒരു MP ആണെന്നാണ്. കേരള സർക്കാരും BJP നമ്മുടെ ഡീൽ ഞങ്ങൾ കുറെ കാലമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന് മറുപടി പറയണ്ടേ CPM? ഈ CPI ചോദിക്കണ്ടേ? അവരാണല്ലോ ഈ വിഷയം ഉന്നയിച്ച് ക്യാബിനറ്റ് അറിയാതെയാണല്ലോ ഒപ്പുവെച്ചത്. എന്താണ് PM3 വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ പ്രസ്താവനയെക്കുറിച്ച് CPIയുടെ അഭിപ്രായം? എനിക്കറിയാൻ താല്പര്യമുണ്ട്. 3 കോൺഗ്രസ് ഗവൺമെന്റുകൾ ഈ പണം യഥേഷ്ടം വാങ്ങിയിടും. രാജസ്ഥാനിൽ മുമ്പുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ്, കർണാടകയിലും ഹിമാചലിലും ഇപ്പോൾ ഉള്ള കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇവരുടെ ചുമലിലൂടെ യഥാർത്ഥത്തിൽ കേരളത്തെ അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്തത്. PM3 കരാറിൽ ഒപ്പിടാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യമാണ്. അതിലൊക്കെ നമ്മൾ ഇടപെടേണ്ട കാര്യം. മീഡിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ശിവൻകുട്ടിയുടെ കൂടെ പലതവണ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട ഫണ്ടിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. PR സുനിൽ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് PR സുനിൽ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു പദവിയിൽ ഇരുന്നു കൊണ്ട് അതും പാർലമെന്റിൽ വന്ന് ഒരു നുണ പറയാൻ ധൈര്യപ്പെടുമോ? കാരണം മാധ്യസ്ഥം വഹിച്ചില്ല എന്ന് ജോൺ ബ്രിട്ടാസ് MP പറയുന്നുണ്ടെങ്കിലും ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി പോയപ്പോൾ ഒപ്പമുണ്ടായിരുന്നത് ജോൺ ബ്രിട്ടാസ് ആണെന്ന് ചിത്രങ്ങളിലടക്കം കണ്ടതാണ്. ഈ മാധ്യസ്ഥം അതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണോ? പ്രത്യേകിച്ചും CPI പോലും അറിയാത്ത ഒരു കാര്യത്തിൽ രാജ്യസഭാ MP ആയ ജോൺ ബ്രിട്ടാസ് ആണ് ഇടനിലക്കാരനായത് എന്നുള്ള വാക്കുകൾ മന്ത്രിയിൽ നിന്ന്, കേന്ദ്രമന്ത്രിയിൽ നിന്ന് തന്നെ വരുമ്പോൾ PM3 പദ്ധതിക്കായി പദ്ധതി ഒപ്പുവെക്കാനായി മധ്യസ്ഥം വഹിച്ചിട്ടില്ല എന്ന് ജോൺ ബ്രിട്ടാസ് MP പറയുന്നുണ്ട്. അതേസമയം കേരളത്തിന് വേണ്ടി കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ജോൺ ബ്രിട്ടാസ് MP സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് രാജ്യസഭയിൽ ചോദ്യോത്തര വേളയിൽ ആണ് കേരളത്തിലെ PM3 പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയം ജോൺ ബ്രിട്ടാസ് MP ഉന്നയിച്ചത്. PM3 പദ്ധതിയിൽ പദ്ധതി നടപ്പാക്കാത്തതിന്റെ പേരിൽ SSA ഫണ്ട് തടഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടി പറയുമ്പോഴാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഈ പദ്ധതിക്കായി മധ്യസ്ഥം വഹിച്ചത് ജോൺ ബ്രിട്ടാസ് ആണെന്നും കേരളത്തിനും കേന്ദ്രത്തിനുമിടയിൽ ഒരു പാലമായി ജോൺ ബ്രിട്ടാസ് പ്രവർത്തിച്ചുവെന്നും ചൂണ്ടിക്കാണിച്ചത്. ഇതാണിപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം PM3 വീണ്ടും വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുന്നത്. ഏതായാലും ഇപ്പോൾ കോൺഗ്രസ് വളരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിൽ CPI പ്രതികരിക്കണം. ഇത് കേരളത്തിൽ CPM-ഉം അതുപോലെ തന്നെ BJP-യും തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മാതൃകയാണെന്നൊക്കെയാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് കേരളം PM3 പദ്ധതി ഒപ്പുവെച്ചു, PM3 പദ്ധതി നടപ്പാക്കുമെന്ന് സമ്മതിച്ചു. പക്ഷേ പിന്നീട് പെട്ടെന്ന് ഇതിൽ നിന്ന് പിന്മാറി. ആഭ്യന്തര പ്രശ്നങ്ങളാകാം അതിന് കാരണം. പക്ഷേ ഇക്കാര്യത്തിൽ വ്യക്തമായി ഒന്നും കേന്ദ്രത്തിന് അറിയില്ല എന്നാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി പ്രതികരിച്ചിരിക്കുന്നത്. അതേസമയം എന്തുകൊണ്ട് SSA ഫണ്ട് തടഞ്ഞു വെക്കുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി നൽകിയിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ വഹിച്ചിട്ടില്ല എന്ന് ജോൺ ബ്രിട്ടാസ് MP പറയുന്നു. ഇനി വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം ഈ വിഷയത്തിൽ എന്താണ് എന്നത് കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇടനിലക്കാരനായോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ ജോൺ ബ്രിട്ടാസ് MP വന്നുവെന്ന് കേന്ദ്രമന്ത്രി ഉത്തരവാദിത്തമില്ലാതെ പറഞ്ഞതാണോ? V ശിവൻകുട്ടിയുടെ മറുപടിക്കായി നമുക്ക് കാത്തിരിക്കാം. അല്ലെങ്കിൽ ഒരു Facebook പോസ്റ്റിംഗിലും ഈ വിഷയത്തിൽ അദ്ദേഹം ഇടുമായിരിക്കും.